ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ വിജയ് ആകെ പെട്ടല്ലോ. നന്ദിനിക്ക് വെച്ച ആപ്പിലാണല്ലോ പുള്ളിക്കാരൻ്റെ കൈയാകെ പോയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഈ കാര്യങ്ങളൊന്നും തന്നെ ഇന്ദ്രജയും വേദയും വിജയിനോട് പറഞ്ഞിട്ടില്ല. തങ്ങൾ നന്ദിനിയെ എയിം വെച്ചിട്ടാണ് ഇപ്പോൾ വിജയ്ക്ക് ഇങ്ങനെ ആപത്ത് പറ്റിയെന്ന്. എന്നാലും എനിക്കിത് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ, ഷേടാ. എന്നാലും ഇങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ കറണ്ട് വന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വേദം ഓർക്കാതെ പറഞ്ഞുപോയി. എന്തിനാ അതിന് വിജയേട്ടൻ അതിന് മുന്നേ തുമ്മിയതെന്ന്? തുമ്മിയാൽ കറണ്ട് വരുമോ എന്ന് വിജയ് ചോദിക്കുകയാണ് കേട്ടോ. വിജയിൻ്റെ തലയിൽ ആൾതാമസമല്ലല്ലോ. ഇന്ദ്രജ പെട്ടെന്ന് തന്നെ വേദയോട് മിണ്ടാതിരിക്കാൻ ആക്ഷൻ കാണിച്ചു കേട്ടോ. അങ്ങനെ വിജയ് എന്തായാലും കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് പോയി കേട്ടോ. ശേഷം പിന്നീട് ഇന്ദ്രജയും വേദയും കൂടി ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. എങ്ങനെ വെച്ചാലും അത് നമുക്ക് തന്നെയാണല്ലോ തിരിഞ്ഞു കൊത്തുന്നത് എൻ്റെ വേദ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സാരല്ലേ ചേച്ചി, നമുക്കിനിയും പുതിയത് എന്തെങ്കിലും പ്ലാൻ ചെയ്യാമെന്ന് വേദ പറയാം കേട്ടോ. അങ്ങനെ ഇന്ദ്രജയും വേദയും പിന്തിരിയാൻ തയ്യാറല്ലാതെ വീണ്ടും നന്ദിനിക്കെതിരെ ഗൂഢാലോചനകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്താലാ ഇവൾക്കെതിരെ ഇവളുടെ ആ കൈയൊന്ന് ഒഴിവാക്കാൻ പറ്റുക? കൈ ഒഴിവാക്കിയാൽ അവൾക്ക് പിന്നെ ഒപ്പിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൈക്ക് എന്തെങ്കിലും പരിക്ക് പറ്റണം. അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ സൂര്യ ആണെങ്കിലോ ഇവിടെ അടുക്കളയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നന്ദിനിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക. നന്ദിനി, എങ്ങനെയാ വിജയേട്ടൻ അടുക്കളയിൽ വന്നത്? ആ കറക്റ്റ് സമയത്ത് എങ്ങനെ കറണ്ട് പോയി? പിന്നെ എങ്ങനെ കൈയിട്ടപ്പം കറണ്ട് വന്നു? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സാർ, ഞാനേ കറണ്ട് പോയ സമയത്ത് അമ്മി വൃത്തിയാക്കാൻ വേണ്ടി പുറത്ത് പോയി. ആ സമയം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. കറക്റ്റായിട്ട് ചേച്ചി വന്ന് നിൻ്റെ അടുത്ത് ചമ്മന്തി അരയ്ക്കാനും പറഞ്ഞല്ലേ എന്നൊക്കെ സംശയത്തോടെ സൂര്യ ചോദിക്കുന്ന കേട്ടപ്പോൾ, ഈ സാറിനിപ്പോൾ ഇതെന്താ? ഇതിനെ ഭാഗ്യദോഷം എന്നാ പറയാം. പാവം വിജയ് സാറ്, കൈ കണ്ടില്ലേ എല്ലാം ചതഞ്ഞ് അരഞ്ഞു പോയി. ഇങ്ങനെ ഉണ്ടാവുമോ? ഒരു സെക്കൻഡ് നേരം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതെന്ന് നന്ദിനി പറയട്ടോ. ഇത് ഭാഗ്യദോഷമാണോ അതോ വല്ലവരും നിന്നെ എയിം ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് നന്ദിനിയോട് പറയാട്ടോ. എന്നെ എയിം ചെയ്യാനോ? സാർ എന്തൊക്കെയായി പറയുന്നത്? കറക്റ്റ് എൻ്റെ ചേച്ചി അവിടെ വന്ന് നിന്നോട് ചമ്മന്തി അരയ്ക്കാൻ പറഞ്ഞു. വിജയേട്ടൻ ചേച്ചിയുടെ കൂടെ വന്നില്ലായിരുന്നല്ലോ ആദ്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം വിജയേട്ടൻ അവിടെ ഇല്ലാത്ത സമയത്താണ് ഇന്ദ്രചേച്ചി വന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി വിജയേട്ടൻ അടുക്കളയിൽ കയറി അതിൽ കൈയിട്ടു. ഇല്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? നീയല്ലേ അതിൽ കൈയിടുക, അപ്പോൾ നിൻ്റെ കൈയല്ലേ ഇങ്ങനെ ആവേണ്ടതെന്ന് ചോദിക്കാം കേട്ടോ. എൻ്റെ കൈ അങ്ങനെ ആയിട്ടിപ്പോൾ എന്താ? ഇതൊക്കെ അവർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണെന്നാണ് ഞാൻ പറയുന്നത്. നിൻ്റെ കൈക്ക് എന്തെങ്കിലും പറ്റിയാലേ ചെക്കിൽ എനിക്ക് ഒപ്പിടാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യം. ഇതെല്ലാം കേട്ട് നന്ദിനിക്ക് ദേഷ്യമാണ് കേട്ടോ വരുന്നത്. എൻ്റെ സൂര്യ സാറേ, സാർ എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നേ? എന്ത് ചെയ്താലും സാറ് സ്വന്തം കുടുംബത്തിനെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത്. ഇത് അപ്രതീക്ഷിതമായിട്ട് നടന്നതാ, ആ വിജയ് സാറിൻ്റെ ഭാഗ്യദോഷം കൊണ്ട്. അത്രയേ ഉള്ളൂ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഉറങ്ങാൻ പോവാണ് കേട്ടോ നന്ദിനി. ഇവളോട് ഇനി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് സൂര്യ ഇതൊക്കെ തന്നെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ വേദയും ഇന്ദ്രജിയും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കണ്ട് നമ്മുടെ വിജയ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. പരിക്ക് പറ്റിയ കൈ മാത്രമാണ് മുന്നിലുള്ളത്, മറ്റേത് ബാക്കിലോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെന്താ വിജയേട്ടാ, മറ്റേ കൈയും കൂടെ എന്തെങ്കിലും പറ്റിച്ചോ എന്ന് ചോദിക്കുകയാണ് വേദ. മറ്റേ കൈക്ക് ഒന്നും പറ്റിയില്ല. അത് മാത്രമല്ല, ഒരു കൈക്ക് അപകടം പറ്റിയെന്ന് കരുതിയിട്ടേ ഒളിച്ചോടാനും തീരുമാനിച്ച കാര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞോടാനും ഈ വിജയ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ കയ്യിൽ പിടിച്ചിരുന്ന ഒരു സാധനം ടങ്ടടാ ഇത് കണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ. ഇത് തെറ്റാടിയല്ലേ എന്ന് വേദ ചോദിക്കുകയാണേ. അതെ, തെറ്റാടി തന്നെ. ഇതെന്തിനാ? ഇത് വെച്ച് എന്ത് ചെയ്യാനാ? ഇത് വെച്ച് നമുക്ക് പലതും ചെയ്യാം. ഇത് കുഞ്ഞുപിള്ളേർ മാങ്ങയൊക്കെ ഒടിച്ചിടുന്ന സാധനമല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. മാങ്ങ ഒടിച്ചിടാം, വേണ്ടി വന്നാ ഇത് വെച്ചേ ആരുടെ തലമണ്ടയിൽ അടിച്ച് പൊട്ടിക്കുകയും ചെയ്യാം, ഉന്നമുള്ളവർക്ക് എന്ന് പറയാം കേട്ടോ. ഇത് വെച്ചിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ പോകുന്നതെന്ന് ഇന്ദ്രജയൊക്കെ ചോദിക്കാം കേട്ടോ. എൻ്റെ ഇന്ദ്രജെ, നമ്മൾ പണ്ടൊരു ടൂർ പോയപ്പോൾ നീ ഇതുപോലെയുള്ള സാധനം വെച്ചിട്ട്, ഈ തെറ്റാടി വെച്ചിട്ട് കുറേ സാധനമൊക്കെ തള്ളിയിട്ട് പ്രൈസൊക്കെ വാങ്ങിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? ഉണ്ട്. അതിനോ? ഞാൻ ഇങ്ങോട്ട് വരുമ്പേ ആ നന്ദിനി അവിടെ മുറ്റത്ത് ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ട്. നീ ഇപ്പം അങ്ങോട്ട് പോയിട്ട് ഒരു കല്ലെടുത്ത് വെച്ച് നന്ദിനിയുടെ വലത് കൈ ഉന്നം വെച്ചിട്ടേ വലത് കൈയിലേക്ക് കല്ല് അടിച്ചിട്ടാലോ, നല്ല സ്പീഡിലായിരിക്കും. അവളുടെ കൈ അതോടെ തകരുകയും ചെയ്യും. പിന്നെ അവൾക്ക് ഒപ്പിടാൻ പറ്റുമോ? വിജയുടെ പ്ലാൻ കേട്ടതും ഇന്ദ്രജയും വേദയും വലിയ സന്തോഷത്തോടെ വിജയെ നോക്കുക കേട്ടോ. ഐഡിയ ഒക്കെ കൊള്ളാം, ഉഗ്രനായിട്ടുണ്ട്. പക്ഷേ
അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലെ ആവോ? വിജയേട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കാം കേട്ടോ. ഓ എന്ത് പ്രശ്നം? നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും റിസ്ക് ഒക്കെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നാൽ മാത്രമേ വിജയം ഉണ്ടാവൂ എന്ന് പറയാം കേട്ടോ. എന്നാൽ ശരി, എന്നാ വാ, അവൾ പെട്ടെന്ന് നനച്ചു പോകുന്നതിന് മുന്നേ നമുക്ക് പോവാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ബാൽക്കണിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് ഇന്ദ്രജേനെയും വേദേനെയും കേട്ടോ. എന്നിട്ട് ഇന്ദ്രജയോട് പറയാണ്, നീ ഇവിടുന്ന് ലക്ഷ്യം വെച്ചോ അവളുടെ വലത് കൈ. എന്നിട്ടേ ഞാൻ താഴെ പോയിട്ട് അവൾ കാണാതെ അവളുടെ അടുത്ത് എവിടെയെങ്കിലും നിൽക്കാം, ഒളിഞ്ഞിരിക്കാം. എന്നിട്ട് എവിടേക്കാണ് നീ ലക്ഷ്യം വെക്കേണ്ടതെന്ന് ഞാൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പറഞ്ഞു തരാമെന്ന് പറയാം കേട്ടോ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്ന് ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്ത് കുഴപ്പം? എന്നെ ആരും കാണില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിജയ് താഴേക്ക് പോവാൻ കേട്ടോ. ഇന്ദ്രജ മുകളിൽ നിന്ന് എയിമും ചെയ്യാണ്. അങ്ങനെ അവിടെ കറക്റ്റ് നന്ദിനി നനയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. ആ നനയ്ക്കുന്നതിൻ്റെ അവിടെ അപ്പുറത്തെ വശത്ത് മതിലിൻ്റെ അപ്പുറത്ത് ഒരു ഹോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പിറകു പോയിട്ടാണ് നമ്മുടെ വിജയ് ഒളിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അവിടുന്ന് ഇന്ദ്രജയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ. അങ്ങനെ ലക്ഷ്യം നേരെ നന്ദിനി ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ആ കൈക്ക് നേരെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. ഒരു 30 സെൻറ്റിമീറ്റർ മുകളിൽ വേണം, എന്നാൽ മാത്രമേ കറക്റ്റ് വരൂ എന്നൊക്കെയാണ് കേട്ടോ വിജയ് പറഞ്ഞു കൊടുത്തിരുന്നത് നമ്മുടെ ഇന്ദ്രജയ്ക്ക്. അങ്ങനെ വിജയ് കാണിച്ചു കൊടുത്ത ആ ഒരു ലക്ഷ്യസ്ഥാനത്തിന് നേരെ ഇന്ദ്രജ എന്ത് ചെയ്ത് ഉന്നം വെച്ച് അങ്ങ് കല്ല് വിടുത്തു. ആ കറക്റ്റ് സ്ഥലം എത്തിയപ്പോഴേക്കും നന്ദിനിയുടെ കയ്യിൽ നിന്ന് പൈപ്പ് വീഴി എന്തോന്ന് ചെയ്തു. നന്ദിനി കുനിഞ്ഞതും ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് വിജയുടെ കണ്ണിലേക്ക് തന്നെയാണ് കേട്ടോ കല്ല് വന്ന് കൊണ്ടത്. അതോടുകൂടി അയ്യോ എന്നെ കണ്ണ് പോയേന്നും പറഞ്ഞിട്ട് വിജയ് അവിടെ കിടന്ന് ആർത്ത് കരയാൻ തുടങ്ങി. അപ്പോഴാണ് നന്ദിനി ചുറ്റും നോക്കുന്നത്. ഇതാരാ? അപ്പോഴും വിജയുടെ കരച്ചിൽ കേട്ടത്. അപ്പോഴാണ് നോക്കുമ്പോൾ വിജയ് അവിടെ വീണ് കിടക്കുന്നത് കാണുന്നത് കേട്ടോ. പിന്നീട് എല്ലാവരും കൂടെ പൊക്കിയെടുത്ത് വിജയെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടോ വീട്ടിലേക്ക്. ഇന്ദ്രജയും വേദയാണെങ്കിലോ ചക്കിന് വെച്ചത് വീണ്ടും കൊക്കിന് കൊണ്ടുവന്നുള്ള അവസ്ഥയിലായിരുന്നു കേട്ടോ. രണ്ടാമത്തെ പ്ലാനാണ് ഇപ്പോൾ പാളീസായി പോയത്. അകത്ത് എത്തിയ ഉടനെ നമ്മുടെ പത്മ മേഡവും യതീന്ദ്രൻ സാറും എല്ലാവരും, എന്നാലും എൻ്റെ വിജയ് നിനക്ക് എന്താ ഇങ്ങനെ ഓരോരോ അബദ്ധം പറ്റുന്നതെന്ന് ചോദിക്കാം കേട്ടോ. ആരോ കണ്ണിന് കല്ലെറിഞ്ഞാന്ന് വിജയ് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും അതാരാ? നമ്മുടെ വീട്ടിൽ മുറ്റത്ത് നിൽക്കുമ്പോൾ നിന്നെ കല്ലെടുത്ത് എറിയാമെന്ന് ചോദിക്കാം കേട്ടോ. എടി നന്ദിനി, നീ കണ്ടില്ലേ? നീ എല്ലാവരും അടുത്തുണ്ടായിരുന്നതെന്ന് പത്മ ചോദിക്കാം കേട്ടോ. ഇല്ല മേഡം, ഞാനാരെയും കണ്ടില്ല. മാത്രമല്ല വിജയ് സാറ് കരയുന്നത് കണ്ടപ്പോഴാണ് ഞാൻ വിജയ് സാറിനെ തന്നെ കണ്ടത്. നീ പിന്നെ പണിയെടുക്കുമ്പോൾ അതിലങ്ങ് മുഴുകിയിട്ട് ചുറ്റുപാട് സംഭവിക്കുന്ന ഒന്നും അറിയാതെ ഇരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ മെക്കിട്ട് കയറാൻ വന്നപ്പോൾ യതീന്ദ്രൻ സാറ് പറഞ്ഞു, ഇതിപ്പോൾ വിജയ് എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചതിന് നന്ദിനിയോട് താനെന്തിനാ ചൂടാവുന്നേ? ഇതിപ്പോൾ ഇന്ന് രാത്രി ഇടിവെട്ടി മഴ പെയ്താൽ അതിനും സമാധാനം നന്ദിനി പറയണമെന്നുള്ള രീതിക്കാണല്ലോ ഇവിടുത്തെ പോക്ക് എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ പത്മ പറയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് വേല എന്തായാലും നല്ല ഉന്നുള്ള ആരോ ആണ് എറിഞ്ഞതെന്ന് വിജയും പറയാം കേട്ടോ. ഇനി ഇവിടെ കിടന്ന് മോങ്ങണ്ട, എനിക്കിതൊന്നും കാണുന്നത് ഇഷ്ടമല്ല. എടി ഇന്ദ്രജയ് ഇവനെ പിടിച്ചുകൊണ്ട് പൊക്കോന്ന് പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ വിജയിനെ പിടിച്ച് ഇന്ദ്രജ പോകാൻ നിൽക്കുന്ന സമയത്താണ് സൂര്യ അങ്ങോട്ട് വന്നത്. അളിയൻ ഇതെന്ത് പറ്റി? അപ്പോഴാണ് യതീന്ദ്രൻ നടന്ന കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. എന്നാലും ഇത് വലിയ കഷ്ടമായി പോയല്ലോ എൻ്റെ അളിയ. പണ്ടത്തെ സിനിമയിലൊക്കെ വില്ലന്മാരെ പോലെയുണ്ട് അളിയൻ്റെ ഇപ്പോഴത്തെ രൂപം കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വിജയ് പറഞ്ഞിട്ടോ, എൻ്റെ അളിയ എന്നെ കളിയാക്കല്ലേ കേട്ടോ. അളിയൻ്റെ കൈക്ക് പറ്റിയപ്പോൾ ഞാനൊന്നും പറഞ്ഞ് കളിയാക്കിയില്ലല്ലോ. അതിന് അളിയനെ പോലെയാണോ ഞാനേ മറ്റുള്ളവർക്ക് പാര പണിയാനായിട്ടൊന്നും ചെയ്യാറില്ലല്ലോ. ഇത് ചിലപ്പോൾ ആരെങ്കിലും എറിഞ്ഞിട്ടതായിരിക്കും മിക്കവാറും. അല്ല, ആരെങ്കിലും ഇങ്ങനെ കല്ലുകൊണ്ട് എറിയാൻ മാത്രം എന്തെങ്കിലും കാര്യം അളിയൻ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ സൂര്യ. ശേഷം വിജയൊക്കെ പോയിട്ടോ. അപ്പോഴാണ് പത്മ മേഡം പറയുന്നത്, ഇവിടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്, ഇതിൻ്റെ പിന്നിലേ ആരൊക്കെയാണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നു പത്മ മേഡം പറഞ്ഞപ്പം സൂര്യ പറഞ്ഞു, പണ്ട് മിത്രങ്ങളായിരുന്ന പലരും ഇപ്പം പുറത്തുണ്ടല്ലോ. ഇതുപോലത്തെ ലോക്കൽ തറക്കളികളൊക്കെ കാണുമ്പേ അവരെയൊക്കെ സംശയിക്കാമെന്ന് സൂര്യ പറഞ്ഞൊന്നും പത്മ മേഡം പെട്ടെന്ന് എണീറ്റ് പോയിട്ടോ. ഉടനെ തന്നെ സൂര്യ യതീന്ദ്രൻ സാറോട് പറയാം, ഇതിപ്പേ അബദ്ധം പറ്റി എല്ലാം അളിയന് നേരെയാണ് വന്നതെങ്കിലും ഇതൊക്കെ ലക്ഷ്യം വെക്കുന്നത് മറ്റാരെയോ ആണ് അച്ഛാന്ന് പറയാം കേട്ടോ. സൂര്യക്ക് ഉദ്ദേശിക്കുന്നത് നന്ദിനിയെയും വെച്ചു എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇതിൻ്റെ എല്ലാം പിറകിലേ നമ്മുടെ ഇന്ദ്രജയും വേദയാണെന്ന് അറിയുമ്പോഴോ അവർ നന്ദിനിയുടെ കൈക്ക് പരിക്ക് പറ്റാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് സൂര്യ മനസ്സിലാക്കുമ്പോൾ എല്ലാത്തിനും 8ൻ്റെ പണി തന്നെ കൊടുക്കുന്നു. അത് കാത്തിരുന്ന് കാണാം. വീണ്ടും അടുത്ത കിടലൻ വീഡിയോയിൽ കാണും വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.